വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജോനാഥൻ റോമാക്കാരുമായുള്ള സൗഹൃദം ഉറപ്പിക്കുന്നതിനു വേണ്ടി ഏതാനും പേരെ തിരഞ്ഞെടുത്ത് സ്പാർത്തായിലേക്ക് അയച്ചു. യൂദാദേശത്തേക്ക് സുരക്ഷിതരായി മടങ്ങിപ്പോകുന്നതിന് അവർക്ക് ആവശ്യമായതെല്ലാം ചെയ്തു കൊടുക്കാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള കത്തുകൾ റോമാക്കാർ അവരെ ഏൽപ്പിച്ചു. മാത്രമല്ല, സ്പാർത്താക്കാരും യഹൂദരുടെ സഹോദരരാണെന്നും അബ്രഹാത്തിന്റെ വംശത്തിൽപ്പെട്ടവരാണെന്നും രേഖകളിൽ കാണുന്നുവെന്നും റോമാക്കാർ ജോനാഥനെ അറിയിച്ചു. ദെമത്രിയോസിന്റെ സേനാധിപന്മാർ മുമ്പത്തേക്കാൾ വലിയൊരു സൈന്യവുമായി തനിക്കെതിരെ വീണ്ടും പടയ്ക്ക് വന്നിട്ടുണ്ടെന്ന് ജോനാഥൻ കേട്ടു. അവൻ അവരുമായി ഏറ്റുമുട്ടി. തൻ്റെ രാജ്യം ആക്രമിക്കാൻ അവൻ അവർക്ക് അവസരം നൽകിയില്ല. ജോനാഥനും സൈന്യവും യുദ്ധസജ്ജരാണെന്ന് കണ്ട് ശത്രുക്കൾ ഭയചകിതരായി പിൻവാങ്ങി. ജോനാഥൻ സബദിയർ എന്നറിയപ്പെടുന്ന അറബികളെ ആക്രമിച്ച് കീഴടക്കുകയും അവരെ കൊള്ളയടിക്കുകയും ചെയ്തു. അവൻ ദമാസ്കസിലെത്തുകയും ആ പ്രദേശത്തിലൂടെ മുന്നേറുകയും ചെയ്തു. അതേസമയം ഷെമിയോൻ അസ്കലോണും ജോപ്പായും കിടന്ന് അത് അധീനമാക്കി. ജോനാഥൻ തിരിച്ചുവന്ന് ജനത്തിലെ ശ്രേഷ്ഠന്മാരെ ജെറുസലേം നഗരനിർമ്മാണത്തിനായി ഒന്നിച്ചുകൂട്ടി. കിഴക്കുവശത്തെ താഴ്വരയിലുണ്ടായിരുന്ന മതിലിൻ്റെ ഒരു ഭാഗം നിലം പതിച്ചിരുന്നു. ആ ഭാഗം അവർ പുനരുദ്ധരിച്ചു. ഓടാമ്പലുകളുള്ള വാതിലുകൾ വെച്ച് അതിനെ സുരക്ഷിതമാക്കി. ഏഷ്യയുടെ രാജാവായി കിരീടം ധരിക്കുന്നതിനും അന്ത്യോക്യസ് രാജാവിനെതിരെ കരമുയർത്തുന്നതിനും ട്രിഫോ ശ്രമിച്ചു. ജോനാഥൻ അത് സമ്മതിക്കുകയില്ലെന്നും തന്മൂലം ജോനാഥനെ പിടികൂടി വധിക്കുന്നതിന് അവസരം അന്വേഷിച്ച് അവൻ സൈന്യവുമായി ബേത്ത്ശാനിലെത്തി. അവനെ നേരിടാൻ ജോനാഥനും ബേത്ത്ശാനിലെത്തി. ജോനാഥൻ്റെ സൈന്യത്തെ കണ്ട് ഭയന്ന് അവൻ ജോനാഥനോട് സഖ്യം അഭിനയിച്ചു. ജോനാഥൻ അവനെ വിശ്വസിച്ച് അവൻ സൈന്യത്തെ തിരിച്ചയച്ചു. ജോനാഥൻ്റെ യോദ്ധാക്കളെ നശിപ്പിക്കുന്നതിനായി ട്രിഫോ ഗലീലയിലേക്കും മഹാസമുദ്രത്തിലേക്കും ഭടന്മാരെയും കുതിരപ്പടയാളികളെയും അയച്ചു. ജോനാഥൻ പിടിക്കപ്പെട്ടുവെന്നും അവനോടൊത്തുണ്ടായിരുന്ന ഭടന്മാർ കൊല്ലപ്പെട്ടുവെന്നും മനസ്സിലാക്കി അവർ പരസ്പരം പ്രോത്സാഹിപ്പിച്ച് യുദ്ധസജ്ജരായ വ്യൂഹങ്ങളായി മുന്നേറി. അവരെ അനുധാവനം ചെയ്തിരുന്നവർ പിന്തിരിഞ്ഞു. അവരെല്ലാം സുരക്ഷിതരായി യൂദാദേശത്തെത്തി. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.